നമസ്കാരം. സാഗരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ മൈക്രോബയോളജിയിലെ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കുഞ്ഞു മുതലേ കേൾക്കുന്ന കാര്യമാണ് പ്രോകാരിയോട്സിനെ പറ്റിയും അതുപോലെ യൂകാരിയോട്സിനെ പറ്റിയും. എന്താണ്, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനകത്തും സെല്ലുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന്റെ പ്രസൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പം സിമ്പിളായിട്ട് എന്ത് പറയും, ന്യൂക്ലിയസ് ഇല്ലാത്തവ എന്ന് പറയും. യൂകാരിയോട്സ് ആകുമ്പോൾ ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം എന്നും പറയും. അപ്പോൾ പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്താണ്, രണ്ട് മേജർ സ്ട്രക്ചറൽ ക്ലാസ്സസ് ആണ്. എന്തിന്റെയാണ്? ലിവിങ് ഓർഗാനിസത്തിനകത്തുള്ള സെൽസിന്റെ സ്ട്രക്ചറൽ ക്ലാസ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും വിളിക്കുന്നത്. അപ്പൊ എല്ലാ സെൽസിനകത്തും എന്തുണ്ടാവും, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ സൈറ്റോപ്ലാസം ഉണ്ടാവും, റൈബോസോം ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്, ചില ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ് ഫംഗസ് പോലുള്ളവയിൽ എന്തും കാണും, സെൽ വാളും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാ സെൽസിനകത്തും ഈ പറയുന്ന എന്തുണ്ടാവും, സെല്ലുലർ കമ്പോണൻസ് ഉണ്ടാവും അല്ലെ. പക്ഷേ അതിന്റെ ഇന്റേണൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റിയിലും ഒക്കെ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. എല്ലാ സെല്ലും ഒരുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പല പല ഡിഫറൻസ് ഓർഗാനിസം മാറുന്നതനുസരിച്ച് അതിനുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ബാക്ടീരിയ അതുപോലെ ആർക്കെ പോലുള്ള മെയിൻ ഡൊമൈൻസിനകത്താണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ കിങ്ഡം മൊണീറയ്ക്കകത്ത് വരുന്നതാണ്. നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിനെ RS വിറ്റേക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, 5 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 കിങ്ഡം? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം മൊണീറയ്ക്കകത്താണ് ഈ ബാക്ടീരിയ ആർക്കെ പോലുള്ള ഓർഗാനിസംസ് വരുന്നത്. അപ്പൊ അതെന്താണ്, പ്രോകാരിയോട്ടിക് സെല്ലാണ്. എന്ന് വെച്ചാൽ എന്താ, അവിടെ ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അവിടെ ആക്ട് ചെയ്യാൻ, ആ സെല്ലിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ട്രൂ ന്യൂക്ലിയസ് അവിടെ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവിടെ കുറേ ഓർഗനൽസ് ആവശ്യമല്ലേ. ഇവിടെ ട്രൂ ന്യൂക്ലിയസും കാണത്തില്ല, അതേപോലെ തന്നെ എന്തും ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും കാണത്തില്ല. കുറച്ച് റൈബോസോംസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഈ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് അത് എങ്ങനെയായിരിക്കും, ന്യൂക്ലിയസിനകത്ത് വളരെ പാക്ക് ചെയ്തൊന്നും ആയിരിക്കത്തില്ല കാണുന്നത്. സെല്ലിനകത്ത് സ്കാറ്റർ ചെയ്ത രീതിയിലൊക്കെ ആയിരിക്കും എന്ത് കാണുന്നത്, ഈ പ്രോകാരിയോട്ടിക് സെൽസിനകത്തുള്ള കണ്ടൻസ് കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നേരത്തെ ഏർലിയർ ആയിട്ട് തന്നെ അവരുടെ എവല്യൂഷൻ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഫ്യൂവർ ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഡൊമൈൻ, യൂകാരിയ എന്ന് പറയുന്ന ഒരു മെയിൻ ഡൊമൈനിലാണ് യൂകാരിയോട്ടിക് സെൽസ് വരുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ കിങ്ഡം തൊട്ട്, കിങ്ഡം മൊണീറ പ്രോകാരിയോട്ടിക് പോയി, ഇപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ, ബാക്കി 4 കിങ്ഡത്തിലുള്ള ഓർഗാനിസംസ് എല്ലാം ഏതിൽ വരും, ഈ ഒരു യൂകാരിയോട്ടിക് കാറ്റഗറിയിൽ. കാരണം അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചും കൂടി ഹയർ ആയിരിക്കും അവരുടെ ഒരു സെല്ലുലാർ ആയിട്ടുള്ള ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു സെൽസ്, അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് പറഞ്ഞു ഭയങ്കര ഏർലിയിലി എന്തായി, അവർ എവല്യൂഷനൊക്കെ ചെയ്തു, അതുപോലെ തന്നെ ഇന്റേണൽ കോമ്പോസിഷനൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ യൂകാരിയോട്സിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണും, ഫങ്ഷൻസ് ചെയ്യാനായിട്ട് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണും. പിന്നെ ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്കറിയാം സെന്റർ ന്യൂക്ലിയസ് ഉണ്ട്, ദെൻ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് പോലുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഏതിനകത്തുണ്ട്, യൂകാരിയോട്ടിക് സെൽസിനകത്ത് ഉണ്ട്. ഇനി ന്യൂക്ലിയസിനകത്ത് എന്താ ഉള്ളത്, ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ആ ഓർഗാനിസം ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു ജനറ്റിക് ക്യാരക്ടേഴ്സ് എല്ലാം വഹിച്ചുകൊണ്ട് പോകാനുള്ള ജനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതിനകത്താണ് ഇരിക്കുന്നത്, ഈ ന്യൂക്ലിയസിനകത്താണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പല ഓർഗനൽസും ഉണ്ട്. ഓർഗനൽസിനെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് സെല്ലിനകത്ത് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ പ്രോകാരിയോട്ടിക് സെല്ലും അതുപോലെ തന്നെ യൂകാരിയോട്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോകാരിയോട്സിനെ പറ്റി മാത്രമാണ്. പ്രോകാരിയോട്സിന്റെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സിംപ്ലർ ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സെൽസ് എന്താണ്, വളരെ സിംപ്ലർ ആണ്. അതുപോലെ തന്നെ എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. യൂകാരിയോട്ടിക് സെൽസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്മോളർ ആയിരിക്കും. അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ന്യൂക്ലിയസും ഒന്നും എവിടെ ഇല്ല, പ്രോകാരിയോട്സിനകത്ത് കാണത്തില്ല. ഇനി പ്രോകാരിയോട്ടിക് സെൽസിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഒന്നും അല്ല, വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ എന്താണ്, അത് പ്രിമിറ്റീവ് ആയിട്ടുള്ള സെൽ ഓർഗനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഈ പ്രോകാരിയോട്ടിക് സെൽസിനകത്ത് കാണത്തില്ല. ഇനി പ്രോകാരിയോട്ടിക് സെൽസിനകത്തുള്ള ഡിഫറെൻറ്റ് പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ആണ്. അപ്പോൾ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും പുറമേ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു ഔട്ടർ കോട്ടിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. സോ പ്രോകാരിയോട്ടിക് സെൽസിലുള്ള ഔട്ടർ കവറിങ്ങിനെ, ആ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, എവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, പുറത്തുനിന്ന്, ഫോറിൻ ഇൻവേർഡേഴ്സ് എന്തെങ്കിലും സെല്ലിനകത്തേക്ക് കയറുന്നുണ്ടോ അല്ലെങ്കിൽ കയറാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഔട്ടർ കവറിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ക്യാപ്സ്യൂൾ എന്തുകൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്, പോളിസാക്കറൈഡ്സ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മേഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന് എവിടെയെങ്കിലും പോയി അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്താണ്, ഈ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ സെല്ലിനകത്തുള്ള മോയിസ്ചർ കണ്ടന്റ് നശിച്ചു പോവാതെ പ്രിസർവ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, ഈ ക്യാപ്സ്യൂളാണ്. ഇനി രണ്ടാമത്തത് ആരാണ്, സെൽ വോൾ ആണ്. അപ്പൊ ക്യാപ്സ്യൂളിന് തൊട്ടകത്തായിട്ടായിരിക്കും ആരെ കാണാൻ പറ്റുന്നത്, സെൽ വോളിനെ കാണാനായിട്ട് പറ്റുന്നത്. അതും എന്താണ്, ഒരു ടഫ് ആയിട്ടുള്ള ഒരു കവറിങ് തന്നെയാണ്. ക്യാപ്സ്യൂള് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, സെൽ വോള് കാണാനായിട്ട് പറ്റുന്നത്. ഇനി പ്രോകാരിയോട്സിന്റെ സെൽ വോള് മെയിൻ ആയിട്ട് മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, കാർബോഹൈഡ്രേറ്റിന്റെ ഒരു പോളിമർ കൊണ്ടാണ്. അതേപോലെ തന്നെ ലിപ്പിഡ്സും ഉണ്ടാവും. ആ ലിപ്പിഡ് എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. പേര് മറന്നു പോകരുത്. പോളിമർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സും അതേപോലെ തന്നെ പെപ്റ്റിഡോഗ്ലൈക്കനും കൂടെ ചേർന്നിട്ടാണ് പ്രോകാരിയോട്സിന്റെ സെൽ വോൾ മേഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കിയൽ സെൽസ്, നമ്മൾ ഇനി ആർക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ആർക്കിയൽ സെൽസിന്റെ കാര്യം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൽ വോളിന് എന്ത് കാണത്തില്ല, പെപ്റ്റിഡോഗ്ലൈക്കൻ കാണത്തില്ല. പക്ഷെ പകരം അതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന വേറൊരു സ്ട്രക്ചറാണ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, അപ്പൊ സ്യൂഡോ എന്ന് പറയുമ്പോൾ അറിയാലോ, ഫോൾസ് ആണ്. അതെന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ല, പക്ഷെ അതേപോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനെന്ത് വിളിക്കും, നമ്മൾ സ്യൂഡോ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് വിളിക്കും. എന്തുകൊണ്ട് മേഡ് ചെയ്തിരിക്കുകയാണ്, പ്രോട്ടീൻസും വേറെ കുറച്ച് പോളിമറും കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആർക്കിയൽ സെൽസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സെൽ വോള് സെല്ലിനൊരു പ്രത്യേക ഷേപ്പ് എല്ലാം കൊടുക്കും. എന്താണ്, സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സെൽ ഓർഗനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. സൈറ്റോപ്ലാസ്റ്റിനകത്തായിരിക്കും സെൽ ഓർഗനൽസ്, കാരണം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് സ്വന്തമായിട്ടൊരു പൊസിഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സൈറ്റോപ്ലാസ്റ്റിനകത്ത് അവിടെ കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും എന്തിരിക്കുന്നത്, ഈ ഓർഗനൽസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും എന്തിന്റെ ഡ്യൂട്ടിയാണ്, ഈ സെൽ വോളിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് സെൽ മെംബ്രെയിൻ ആണ്. വേറെ പേരുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ എന്നോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്നോ നമുക്ക് വിളിക്കാം. അപ്പൊ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ അത് എവിടെ കാണും, ഫസ്റ്റ് ക്യാപ്സ്യൂൾ ആയിരുന്നു, അത് കഴിഞ്ഞ് സെൽ വോള്, അത് കഴിഞ്ഞിട്ടാണ് എന്തിരിക്കുന്നത്, ഈ സെൽ മെംബ്രെയിൻ കാണാൻ സാധിക്കുന്നത്. അപ്പൊ സെൽ വാളിന്റെ തൊട്ട് താഴെയായിട്ടാണ് സെൽ മെംബ്രെയിൻ ഉള്ളത്. എന്തുകൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്, ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫോസ്ഫോലിപ്പിഡ് ഒരു 2 ലെയർ, ബൈ ലെയർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനകത്ത് എന്താണ്, ആ ബൈലെയർ ലിപ്പിഡ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലിസറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗങ്ങളുണ്ട്, ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പേടിയാണ്, അപ്പൊ ഹൈഡ്രോഫോബിക് ഹെഡും അതേപോലെ തന്നെ എന്താണ്, ടെയിൽ എന്ന് പറഞ്ഞാൽ
വെള്ളത്തിന് ഇഷ്ടമുള്ളതാണ്. സോ ഹൈഡ്രോഫിലിക്കുമാണ്. അപ്പോൾ ഹെഡിനെ പറ്റി പറഞ്ഞ എന്താണ്? ഹൈഡ്രോഫോബിക് ഫോസ്ഫേറ്റ് ഹെഡ് ഉണ്ട്. എന്തിന്റെ കാര്യമാണ് പറയുന്നത്? ഈ ഫോസ്ഫോലിപ്പിഡ് ലെയറിന്റെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മേടിതിരിക്കുന്നത്? ലിപ്പിഡ് കൊണ്ടാണ് മേടിതിരിക്കുന്നത്. അവിടെ ഗ്ലിസറോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലിസറോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതുമായിട്ടാണ്? ഈ ഹൈഡ്രോഫോബിക് ഹെഡുമായിട്ടാണ്. ഹൈഡ്രോഫോബിക് ഫോസ്ഫേറ്റ് ഹെഡാണ്. വെള്ളത്തിന് പേടിയാണ് ആ ഒരു ഹെഡ് റീജിയണ്. അതേപോലെ തന്നെ എന്താണ്? 2 ഫാറ്റി ആസിഡ് ടെയിൽ എങ്ങനെയുള്ളതാണ്? ഹൈഡ്രോഫിലിക് ആണ്. വെള്ളത്തിന് ഇഷ്ടമുള്ള ടെയിലുമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആർക്കയിലേക്ക് വരുമ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ് ടെയിൽസ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊരു മോണോ ലെയർ, ഒറ്റ ലെയർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ ബൈ ലെയർ ഇല്ല. ഇപ്പോൾ ഈ പ്രോകാരിയോട്സിൽ വരുമ്പോൾ നമ്മൾ ആർക്കയുടെ കാര്യം എടുത്ത് വേറെ തന്നെ പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്? ട്രൂ ബാക്ടീരിയം എന്ന് വിളിക്കുന്ന യു ബാക്ടീരിയ, അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രോകാരിയോട്സിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. ആർക്കയ്ക്ക് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്തിനു സഹായിക്കും? സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ സെല്ലിനകത്തേക്ക് എന്തെങ്കിലും മോളിക്യൂൾസ് കൊടുക്കണമെങ്കിൽ, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മോളിക്യൂൾസ് സെല്ലിനകത്തേക്ക് പാസ് ചെയ്യണമെങ്കിലും അതിന് സഹായിക്കുന്ന ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതേപോലെ സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനും സഹായിക്കുന്ന ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇനി അടുത്ത പാർട്ട് സൈറ്റോപ്ലാസം ആണ്. അപ്പോൾ ഒരു സെല്ലിനകത്തുള്ള എൻറ്റയർ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പോൾ സെൽ മെംബ്രെയിനകത്ത് നമ്മൾ കാണുന്ന എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു സ്പേസിനെ എന്ത് വിളിക്കും? സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്റ്റിനകത്തുള്ളത് എന്താണ്? ഒരു ജെൽ ലൈക്ക് സൈറ്റോസോളും അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡ് സൊല്യൂഷനും കൂടെ ചേർന്നിട്ടാണ്. ആ വാട്ടർ ബേസ്ഡ് സൊല്യൂഷനകത്ത് എന്തുണ്ടാവും? മിനറൽസും എസെൻഷ്യൽ ആയിട്ടുള്ള അയോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് വേറെയും കുറച്ച് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ക്രോമസോംസും റൈബോസോംസും ഒക്കെ ഉണ്ടാവും. പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും കാര്യങ്ങളൊന്നും കാണത്തില്ല. നെക്സ്റ്റ് ഈസ് റൈബോസോം ആണ്. പ്രോകാരിയോട്ടിക് സെൽസിനെല്ലാം റൈബോസോം ഉണ്ട്. ഏതാണ് റൈബോസോം? 70S റൈബോസോം ആണുള്ളത്. സബ് യൂണിറ്റ് ആയിട്ട് ഏതൊക്കെ വരും? 30Sഉം 50Sഉം ആണ് വരുന്നത്. ഇനി റൈബോസോം സാധാരണ നമ്മൾ എല്ലാ പ്രോകാരിയോട്ടിക് സെൽസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓർഗനലാണ് ഏത്? റൈബോസോം. പക്ഷേ ഡിഫറെന്റ് പ്രോകാരിയോട്ടിക് സെൽസിനനുസരിച്ച് ഈ റൈബോസോമിന്റെ സൈസും അതേപോലെ തന്നെ റൈബോസോംസിന്റെ നമ്പറിലും വ്യത്യാസം വരുന്നുണ്ട്. ഇനി റൈബോസോം എന്തിനു സഹായിക്കുന്നു? നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസിനാണ് സഹായിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡിന്റെ ഫോർമേഷൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രോട്ടീന്റെ ഫോർമേഷനും എന്ത് ചെയ്യുന്നുണ്ട്? റൈബോസോം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രോകാരിയോട്ടിക് സെൽസിന്റെ ന്യൂക്ലിയോഡ് റീജിയനെ പറ്റിയാണ്. നമ്മൾക്ക് അറിയാം ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? ഒരു സ്കാറ്റർ ചെയ്ത രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയോഡ് റീജിയനെ അകത്തായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു സിംഗിൾ സർക്കുലർ ക്രോമസോമിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സിംഗിൾ സർക്കുലർ ക്രോമസോമാണ് ആർക്കുള്ളത്? ഈ പ്രോകാരിയോട്ടിക് സെൽസിനുള്ളത്. അതേപോലെ തന്നെ എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് പ്രോകാരിയോട്ടിക് സെൽസിൽ കാണാൻ പറ്റും. ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA എങ്ങനെ കാണും? ചെറിയ ചെറിയ വളയങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആ വളയങ്ങളെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡുകൾ. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ഫിഗറിൽ കാണാം എക്സ്ട്രാ ക്രോമസോമൽ റിങ്സ് എന്തെന്ന് വിളിക്കും? നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു പ്രോകാരിയോട്ടിക് സെൽസിന്റെ ന്യൂക്ലിയോഡ് റീജിയൻ ആണ് ഈ കാണുന്നത്. അതിനകത്ത് നമുക്ക് എന്ത് കാണാം? ക്രോമസോം കാണാം. പോരാത്തതിന് എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ട്. അതിന്റെ പേരെന്താണ്? പ്ലാസ്മിഡുകൾ. ഇനി ഈ സിംഗിൾ സർക്കുലർ ആയിട്ടുള്ള ക്രോമസോം അതിനകത്ത് കാണുന്ന എന്താണ്? ഒരു സിംഗിൾ കോപ്പി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഉള്ള കാര്യമല്ല. സിംഗിൾ കോപ്പി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം യൂകാരിയോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്? 2 കോപ്പീസ് ഓഫ് DNA ആയിരിക്കും കിട്ടുന്നത്. പ്രോകാരിയോട്ടിൽ അവിടെ സിംഗിൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. യൂകാരിയോട്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിംഗിൾ കോപ്പി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ക്രോമസോമിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഈ പ്രോകാരിയോട്ടിക് ജീനോമിനെ പറ്റിയാണ് പറയുന്നത്. യൂകാരിയോട്ടിക് ജീനോമിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും ഈ ഒരു പ്രോകാരിയോട്ടിക് ജീനോംസ്.
ഇനി ഈ പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്, റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണും, അതിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞത്. ഈ പ്ലാസ്മിഡിനകത്ത് എന്ത് കാണും? നോൺ എസെൻഷ്യൽ ജീൻസ് കാണും. നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ ഈ പ്ലാസ്മിഡ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറെ ജീൻസിനെയൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് അപ്പൻഡേജസ് ആണ്. ഇപ്പൊ പ്രോകാരിയോട്ടിക് സെൽസിന് അപ്പൻഡേജുകളുണ്ട്, അതായത് സെൽസിന് പുറത്തായിട്ട് കുറച്ച് സ്ട്രക്ചറൽ ഗ്രോത്ത് കാണാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അപ്പൻഡേജുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അപ്പൻഡേജ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൽ ഉള്ള ആ ഒരു കുഞ്ഞു സെല്ലിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും, സെൽ സർഫസിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു അപ്പൻഡേജ് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് 3 അപ്പൻഡേജിന്റെ പേര് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് ഈസ് ഫ്ലജെല്ല, നീണ്ട വാല് പോലെ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലജെല്ലം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പിലി, ഇതാണ് പിലി. അത് ഫ്ലജെല്ലം പോലെ അത്രയും നീട്ടം കാണത്തില്ല, പക്ഷെ ചെറിയൊരു ലെങ്ത്തിലായിരിക്കും പിലി കാണുന്നത്. നെക്സ്റ്റ് ഈസ് ഫിംബ്രിയെ, നാര് പോലെ ഇങ്ങനെ അതിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് എന്ത് കാണുന്നത്? ഫിംബ്രിയെ കാണുന്നത്. അതാണ് 3 അപ്പൻഡേജുകൾ, ഫ്ലജെല്ല, പിലി ആൻഡ് ഫിംബ്രിയെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.